ഹായ് ഹലോ വെൽക്കം ബാക്ക്. ദുബായിലെ നമ്മുടെ 4th ഡേ ആണിത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷനിലാണ്. അവിടെയുള്ള റോബോ നമ്മളെ ഗൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എനിക്ക് വേണ്ട ഗൈഡൻസ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ മെട്രോയ്ക്ക് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ ഇറങ്ങിയത് മാക്സ് മെട്രോ സ്റ്റേഷനിലാണ് എന്നാണ് വീണ്ടും എൻ്റെ ഓർമ്മ. അവിടെ നിന്ന് നമ്മൾ ടാക്സി പിടിച്ചിട്ടാണ് എന്തായാലും ദുബായ് ഫ്രെയിമിലേക്ക് പോയത്. അപ്പോൾ ഓൺലൈനായിട്ട് ടിക്കറ്റ്സ് ബുക്ക് ചെയ്തിരുന്നു. ടിക്കറ്റ്സ് ബുക്ക് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് എടുക്കേണ്ട, ഞാൻ പുറത്തെവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാണ്. പക്ഷേ പിന്നെ കാരണം ഞാൻ ഒരു ഹൈറ്റോഫോബിയ ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ. പിന്നെ ഞാൻ ഓർത്ത് ഇതൊക്കെ ലൈഫിൽ എപ്പോഴും കിട്ടുന്ന ചാൻസ് ഇല്ല, എന്തായാലും കയറിയിട്ട് പേടിയുണ്ടെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കണ്ടെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലേക്ക് പോകുന്ന വഴി ഈ പഴയ ദുബായിയുടെ കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, മ്യൂസിയത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ. എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ ഉള്ളത്. പിന്നെ അതേപോലെ എങ്ങനെയാണ് ദുബായ് ഫോം ചെയ്തത് എപ്പോഴാണ്, അതേപോലെ എയർപോർട്ട് ദുബായ് ക്രീക്ക് ഉണ്ടായത് എപ്പോഴാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ നമുക്കൊരു സ്ക്രീനിൽ കാണാം. അത് ദുബായ് എയർപോർട്ടിൻ്റെ പഴയ ഒരു ഇതാണ് കേട്ടോ. ഇവിടെ നമുക്കിങ്ങനെ കൈവച്ച് സ്ലൈഡ് ചെയ്ത് ഏതൊക്കെ വർഷമാണ് ദുബായ് ഉണ്ടായത്, ദുബായ് ക്രീക്ക് ഫോം ചെയ്തത്, ടവർ ഉണ്ടായതെന്നാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ ലിഫ്റ്റിലേക്കാണ് പോകുന്നത്. നമ്മൾ 48 ഫ്ലോർ കയറിയിട്ടാണ് ഈ ടോപ്പിലെത്തുന്നത്. അതേപോലെ 75 സെക്കൻഡ്സിൽ മാത്രമാണ് ഈ ലിഫ്റ്റ് മുകളിലെത്തുന്നതും കേട്ടോ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ ജസ്റ്റ് ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ നടന്നു പോകുന്നതേ ബ്രിഡ്ജിലേക്കാണ്. അപ്പോൾ ഓർക്കാൻ നമ്മൾ നേരെ നോക്കി പോകണമെങ്കിൽ നമ്മൾ പേടിയുള്ളവരാണെങ്കിലും ബ്രിഡ്ജിൽ കൂടെ അങ്ങ് നടന്നു പോകും. എന്തായാലും ഭയങ്കര രസമായിരുന്നു. ആദ്യം പാറുവിനും ലച്ചുവിനും ഒക്കെ പേടിയായിരുന്നു, പക്ഷേ പിന്നീട് അവരൊറ്റയ്ക്ക് നടക്കുകയൊക്കെ ചെയ്തു. കുറച്ച് ടൈം എത്തുമ്പോൾ ഇതേപോലെ താഴെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലാവും. നമ്മൾ നടന്നു പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് ആ ഒരു സ്ക്രീൻ അങ്ങ് മാറിയിട്ട് താഴ്ഭാഗമൊക്കെ കാണുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് പേടിയൊന്നുമില്ല എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ദുബായിൽ വരുമ്പോൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. വരുന്നവരെല്ലാം ഇവിടെ വിസിറ്റ് ചെയ്യും, അത് വേറെ കാര്യം. എങ്കിൽ പോലും വിസിറ്റ് ചെയ്യാത്തവർ പേടിയൊക്കെ വെച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നടക്കുക കേട്ടോ. പിന്നെ അതേ നമ്മളിവിടെ ഇങ്ങനെ നമ്മൾ എന്താണ് എഴുതുന്നത് അത് സ്ക്രീനിൽ ഇങ്ങനെ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. വേറെ എന്താ ഇവിടുത്തെ വിശേഷം? വേറൊന്നുമില്ല, ഭയങ്കര ഹാപ്പിയായിരുന്നു. കുറേ ടൈം സ്പെൻഡ് ചെയ്തു, കുറേ ഫോട്ടോസ് എടുത്തു. നമ്മൾ ലിഫ്റ്റ് ഇറങ്ങി വരുന്നിടത്ത് ഇതേപോലെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഒരു 3D എഫക്റ്റിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അതിങ്ങനെ ഷോപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ കയറിയപ്പം ഫോട്ടോ എടുത്തിരുന്നു, ഫാമിലി ഫോട്ടോ. അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങാം. അതിന് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോട്ടോയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, 2 വാങ്ങിയായിരുന്നു കേട്ടോ. സോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.